ശരത് ലാലിന്റെ അച്ഛൻ ശ്രീ സത്യനാരായണൻ ടെലിഫോണിലുണ്ട്. ശ്രീ സത്യനാരായണൻ, ഇതിൽ അത്ഭുതം പോലും അങ്ങേക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാകില്ല. 2 മാസം മുമ്പ് പരോൾ കിട്ടി ഇറങ്ങിയാൽ തിരിച്ച് ജയിലിലേക്ക് വന്നു. വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ജോലിക്ക് പോയി അവധിക്ക് വരുന്നത് പോലെയാണ് പ്രതികൾ പരോളിൽ വരുന്നത്. ഓ ശരിയത്, ജോലിക്ക് പോകുമ്പോലെ തന്നെ അവർക്ക് ജോലിക്ക് ശമ്പളം ഉണ്ടല്ലോ, നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ശമ്പളം കൂട്ടിയിട്ട് 10 ഇരട്ടി ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇതൊരു ടൂർ പോവാന്ന്, അവിടെ ശമ്പളം ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഇപ്പോ ഇങ്ങോട്ട് ടൂർ വിടുകയാണ് ഇടക്കിടക്ക് ആശ്വാസം. അപ്പൊ അത് സർക്കാർ ചെയ്യുന്ന ഏറ്റവും ദ്രോഹം മാത്രമല്ല, അത് നമ്മുടെ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. എന്തും ചെയ്യാം, ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മൾ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരാതെ കണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടുത്തെ കേരള ജനതയ്ക്ക് കൊടുക്കുന്നുള്ളത്. ഏറ്റവും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ ഒരു പരിപാടിയാണ് സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് ഏത് മനുഷ്യനായി പിറന്നവരും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരെയും മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ജയിലിനകത്തുണ്ടെങ്കിലും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ ഒരു കേസ് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ CPM പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലെ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ആനുകൂല്യം, അവരെ കുടുംബത്തിന് വേണ്ടുന്ന ബാക്കി ധനസഹായങ്ങൾ, അവരെ കേസിന് വേണ്ടുന്ന ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് കേസിന് പോകണമെങ്കിൽ അത്. അപ്പൊ എന്ത് ചെയ്യാനും, അപ്പോ ഒരു സർക്കാർ, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന ഒരു സർക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാണെങ്കിൽ ഇവിടെ എന്ത് ജനാധിപത്യം, എന്ത് നീതി? ഇവര് വാദോരാതെ സർക്കാരിന്റെ മേന്മകളെ കുറിച്ചും മറ്റും പറയുന്നുണ്ടോ. ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ എന്താണ്? എത്രയും ഭീകരമായ പ്രവർത്തനം നടത്തിയ ഓരോ ആൾക്കാർക്കും വേണ്ടുന്ന സംരക്ഷണം കൊടുത്തും കൊണ്ട് നുണ പ്രചരിപ്പിക്കുക അല്ലാതെ കണ്ട് പിന്നെന്താ ഈ കാണുന്ന കേരളത്തിൽ? ആർക്ക് സഹിക്കാൻ പറ്റുന്നത്? ഇതെങ്ങനെയാണ് ഈ കേരളത്തില് ഈ നിയമവ്യവസ്ഥ കൊണ്ടുപോകുന്നത്? ഇതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങളില്ലേ ഇവർക്ക് പരോൾ കൊടുക്കാൻ? അല്ല, ഒരു സർക്കാരെന്ന് വെച്ചാൽ എന്തും ചെയ്യാന്നുള്ള ഒരു രീതിക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പ്രതിഫലം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പരിണതഫലം അടുത്ത് തന്നെ ഉണ്ടാവുന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്കുണ്ട്. അങ്ങനെ ആശ്വസിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ മുമ്പോട്ട് പോകുന്നത്. ഇതിലിപ്പോ എന്തെങ്കിലും വേറെ രീതിയിൽ ഒരു ഇടപെടലിനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇവരൊക്കെ ഇങ്ങനെ സൗകര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകും, നിശ്ചിത കാലം കഴിയുമ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ അവരുടെ സുഖകരമായ ജീവിതം തുടരും, അല്ലേ? അങ്ങനെയാണോ ഇപ്പൊ താങ്കൾ കരുതുന്നത്? അതെ 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 അത് ഇത് ഇവർക്ക് മാത്രമല്ല, നമ്മളെ മക്കളെ കൊന്നവർക്ക് മാത്രമല്ല, എല്ലാ കേരളത്തിലെ CPM ആരെയൊക്കെ വകവരുത്തിയിട്ടുണ്ടോ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു സൗകര്യങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് ഇതിനിപ്പോ നിയമപരമായി നമുക്ക് ചോദിക്കാനും എല്ലാ അവകാശങ്ങളുണ്ട്. അതിപ്പോൾ ഇതിന് പുറത്തുവിട്ട 10 പേരുണ്ട്. അവർക്കെതിരെ അപ്പീൽ പോയതിനു ശേഷം നമുക്ക് നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയും പെട്ടെന്ന് അവർക്ക് അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന്റെ ഈ നിയമവിരുദ്ധമായി ചെയ്യുന്ന ഈ സർക്കാരിന്റെ ഈ പ്രവൃത്തിക്കെതിരെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ശരി, വളരെ നന്ദി ശ്രീ സത്യനാരായണൻ പ്രതികരണം അറിയിച്ചത്. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനാണ് ഇപ്പോൾ പ്രതികരിച്ചത്.